നമസ്കാരം. ഇന്നലെ രാജ്യം വളരെ ഞെട്ടലോടുകൂടി കേട്ട ഒരു വാർത്തയായിരുന്നു തൃണമൂൽ കോൺഗ്രസിന്റെ അധ്യക്ഷയും പശ്ചിമ ബംഗാളിന്റെ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജിക്ക് ഒരു അപകടത്തിൽ ഗുരുതരമായ പരിക്കേറ്റു എന്ന റിപ്പോർട്ടുകൾ. എന്തായാലും പശ്ചിമ ബംഗാളിന്റെ മുഖ്യമന്ത്രിയായ മമതാ ബാനർജി കുഴഞ്ഞു വീണത് രക്തസമ്മർദ്ദം താഴ്ന്നതിനെ തുടർന്നാണ് എന്ന് വ്യക്തത വരുത്തിയിരിക്കുകയാണ് ഡോക്ടർമാർ. വീഴ്ചയിൽ മമതയ്ക്ക് തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. ഈ പരിക്കേറ്റ് രക്തം വാർന്നു കിടക്കുന്ന മമതാ ബാനർജിയുടെ ചിത്രങ്ങൾ തൃണമൂൽ കോൺഗ്രസ് തന്നെ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ പുറത്തുവിടുകയും ചെയ്തിരുന്നു. ആന്തരികമായി മമതയ്ക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല, പുറമേ ഉള്ള മുറിവ് മാത്രമേ ഉള്ളൂ എന്നുകൂടി മെഡിക്കൽ ടീം വ്യക്തമാക്കിയിരിക്കുന്നു. വീഴ്ചയെ പറ്റി മമതയ്ക്ക് ബോധ്യമുണ്ടായിരുന്നുവെന്നും പിന്നിൽ നിന്ന് ആരോ തള്ളിയതുപോലെ തോന്നി എന്ന് മമതാ ബാനർജി പറഞ്ഞതായി കൂടി ഈ ഡോക്ടർമാർ പറയുന്നുണ്ട്. എന്തായാലും ചികിത്സയ്ക്ക് ശേഷം മമതാ ബാനർജി ഇന്നലെ തന്നെ ആശുപത്രി വിട്ടിട്ടുമുണ്ട്. നമുക്കറിയാം, പലപ്പോഴും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മമതാ ബാനർജിക്ക് ഇത്തരത്തിലുള്ള വീഴ്ചകളൊക്കെ സ്വാഭാവികമാണ്. ഇന്നലെ ഈ ചിത്രം മമതാ ബാനർജിയുടെ നെറ്റി പൊട്ടി അവർ രക്തം വാർന്നു കിടക്കുന്ന ചിത്രം പുറത്തു വന്ന സമയത്ത് പോലും സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു വന്ന ഒരു ചോദ്യമുണ്ട്, ഇത് പുതിയ നാടകമാണോ എന്ന്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാലൊടിഞ്ഞ മമതാ ബാനർജി വീൽ ചെയറിൽ വന്ന് വോട്ട് അഭ്യർത്ഥിക്കുന്ന ഒരു കാഴ്ച രാജ്യം കണ്ടതാണ്. അങ്ങനെ ഒരു നാടകത്തിന് പിന്നാലെയാണോ ഇപ്പോൾ ഈ വന്നിരിക്കുന്ന അപകടവും എന്നതായിരുന്നു പ്രധാനപ്പെട്ട ഒരു വിമർശനം അല്ലെങ്കിൽ ചോദ്യമായി ഉയർന്നു വന്നത്. എന്തായാലും മമതാ ബാനർജിക്ക് അടിക്കടി പരിക്ക് പറ്റുന്നുണ്ട്, തന്നെ ആരോ തള്ളിയിട്ടതുപോലെ എന്നൊക്കെ മമത പറയുന്നുണ്ട്. എങ്കിൽ പോലും രക്തസമ്മർദ്ദം താഴ്ന്നതിനെ തുടർന്ന് മാത്രമാണ് മമതാ ബാനർജി വീണതെന്നാണ് മെഡിക്കൽ സംഘം ഇതിൽ വ്യക്തത വരുത്തിയിരിക്കുന്നത്. നിലവിൽ എന്തായാലും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പല രീതിയിലുള്ള തന്ത്രങ്ങൾ, പല തരത്തിൽ വോട്ട് അഭ്യർത്ഥിക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. അതിൻ്റെ ഭാഗമാണോ ഇത് എന്ന ചോദ്യങ്ങൾ പ്രത്യേകിച്ചും BJPയുടെ അണികൾക്കിടയിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും മമതാ ബാനർജി എത്രയും പെട്ടെന്ന് ആരോഗ്യനില വീണ്ടെടുത്ത് പ്രചരണ രംഗത്ത് സജീവമാവട്ടെ എന്ന് ആശംസിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. മോദിക്ക് പിന്നാലെ MK സ്റ്റാലിൻ, തമിഴകത്തിന്റെ മുഖ്യമന്ത്രി, അതിനോടൊപ്പം തന്നെ അരവിന്ദ് കെജ്രിവാൾ, കോൺഗ്രസിന്റെ അധിർ രഞ്ജൻ ചൗധരി തുടങ്ങിയ ആളുകളെല്ലാം തന്നെ മമതാ ബാനർജി എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് തന്നെയാണ് ആശംസിച്ചിട്ടുണ്ടായിരുന്നത്. നിലവിൽ എന്തായാലും മമതാ ബാനർജി വീട്ടിലുണ്ട്, സുഖമായിരിക്കുന്നു. അവർ ഉടൻ തന്നെ പ്രചരണ രംഗത്ത് സജീവമാവുകയും ചെയ്യും. എന്തായാലും തൃണമൂൽ കോൺഗ്രസ് പ്രചരണ രംഗത്ത് വളരെ സജീവമാണ്. ഈ മുറിവ് ഭേദമാവുന്നതിന് മുൻപ് തലയിൽ ഒരു കെട്ടുമായി മമതാ ബാനർജി പ്രസംഗവേദികൾ സജീവമാകുന്നതും നമുക്ക് ഉടൻ തന്നെ കാണാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.